ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കുറേ ഫംഗ്ഷൻസും ഫോർമുലാസൊക്കെ പഠിച്ചായിരുന്നു. ബേസിക് ആയിട്ടുള്ള അഡ്വാൻസ് നമ്മൾ ഇതിനകത്തൊന്നും കവർ ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള പല ഫംഗ്ഷൻസും ഫോർമുലാസും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഫംഗ്ഷനാണ്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ ഫംഗ്ഷൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. നമ്മൾ മാനുവലി അങ്ങ് ചെയ്തു പോവുകയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. കൺകാറ്റനേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തന്നെ അറിയാം, ഒന്നിപ്പിക്കുക, മെർജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ നാലോ സെല്ലുകളിൽ കിടക്കുന്ന ഡാറ്റ എല്ലാം ഒറ്റ സെല്ലിലോട്ട് മെർജ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് കൺകാറ്റനേറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും ഇത് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ ഇപ്പം കുറേ ഡാറ്റ എടുപ്പുണ്ട്. ഒരു കോളത്തിൽ ഫസ്റ്റ് നെയിം, ഒരു കോളത്തിൽ സെക്കൻഡ് നെയിം. ഫസ്റ്റ് നെയിമിൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അരുൺ ദേവ്, അലൻ തോമസ്, നിഖിൽ ദാസ്, ദാനിഷ് ഇക്ബാൽ, സലീം തോമസ്, അങ്ങനെ കുറേ, വസന്ത് വ്യാസ്, അങ്ങനെ കുറേ പേരുകൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേരിനുള്ള ഒറ്റ സെല്ലിൽ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ അരുൺ ദേവ് എന്നുള്ള അരുൺ ഒരു സെല്ലിൽ കിടക്കുന്നു, ദേവ് ഒരു സെല്ലിൽ കിടക്കുന്നു. ഇനി രണ്ടേയും കൂടെ ഒറ്റ സെല്ലിൽ കൊണ്ടുവരിക. അരുൺ ദേവ് എന്ന് പറഞ്ഞ പേരിൽ ഒറ്റ സെല്ലിൽ കൊണ്ടുവരിക. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഈ കൺകാറ്റനേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ള നമുക്ക് കാണാം. ഓക്കെ, അപ്പം അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്: ഈക്വൽ സൈൻ, കൺകാറ്റനേറ്റ്, ഓക്കെ, പിന്നെ ഓപ്പണിംഗ് ബ്രേസസ്. നമുക്ക് എന്തൊക്കെയാണ് കൺകാറ്റനേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ അരുൺ എന്നുള്ള പേര് ആദ്യം കൺകാറ്റനേറ്റ് ചെയ്യണം. അപ്പം D6 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു. പിന്നെ കോമ, അടുത്ത അരുണിനെ എന്തുകൊണ്ടാണ് കൺകാറ്റനേറ്റ് ചെയ്യേണ്ടത്? ദേവ് എന്നുള്ള, ഓക്കെ, ദേവ്. കണ്ടോ, നമ്മൾ എൻ്റർ ചെയ്തപ്പം ഫോർമുല എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പം അരുൺ ദേവ് എന്നുള്ള ഒറ്റ സെല്ലിൽ വന്നു കഴിഞ്ഞു. നമുക്ക് താഴോട്ടുള്ള ഈ പേരുകളെല്ലാം കൺകാറ്റനേറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഈ ഫോർമുല ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി താഴോട്ട്. എല്ലാത്തിലും എല്ലാ പേരും ഒരുമിച്ച് വന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നെയിം നോക്കുമ്പോൾ അരുൺ ദേവ് കൺകാറ്റനേറ്റ് ആയി, മെർജായി. പക്ഷേ അരുൺ ദേവ് അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നത്. അതായത് അരുൺ കഴിഞ്ഞിട്ട് സ്പേസ് വേണം. ആക്ച്വലി സ്പേസ് ഇവിടെ ഇല്ല. അരുൺ സ്പേസ് ദേവ് എന്നോണം വരാൻ, പക്ഷെ സ്പേസ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പേസ് വരുത്തണം. സ്പേസ് വരുത്താൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഫോർമുലയിലേക്ക് തിരിച്ചു പോവാം, ആ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഈസിക്കൽ ടു കൺകാറ്റനേറ്റ് D6, E6. D6 കഴിഞ്ഞിട്ട് E6. അപ്പം D6ൻ്റെയും E6ൻ്റെയും ഇടയ്ക്ക് നമുക്കൊരു സ്പേസ് വേണം. അപ്പോൾ അതിനെന്താ ചെയ്യണ്ടേ? D6 കഴിഞ്ഞിട്ട് കോമ, ഒരു ഇൻവേർട്ടർ കോമ ഇടുക. ഓക്കെ, ഇൻവേർട്ടർ കോമ, പിന്നെ സ്പേസ് ബാർ ഞെക്കുക. അപ്പോൾ സ്പേസ് വന്നു. പിന്നെ ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക. ഓക്കെ, പിന്നെ ആ കോമ ഇടുക. കോമ വേണമല്ലോ. ഓക്കെ, ഇപ്പം ഇങ്ങനെയായി. D6 കോമ, ഇൻവേർട്ടർ കോമ, സ്പേസ്, ഇൻവേർട്ടർ കോമ, പിന്നെ കോമ, E6. ഇനി എൻ്റർ ചെയ്ത് നോക്കിയേ. കണ്ടോ, പെർഫെക്റ്റ്. അരുൺ സ്പേസ് ദേവ്. ഓക്കെ, അപ്പോൾ ആ ഇത് മാറി പ്രോപ്പർ രീതിയിൽ നമുക്കിത് താഴോട്ടുള്ള എല്ലാ ഇതിലും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി ഫോർമുല താഴോട്ട്, മൗസ് ഇട്ട്. ഓക്കെ, കണ്ടോ, എല്ലാ പേരും കറക്റ്റായിട്ട് തന്നെ വന്നു. ഇതിപ്പം 2 സെല്ല് മാത്രമല്ല, 2, 3, 4 എത്ര സെല്ല് വേണം ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം അരുൺ ദേവ് തേർഡ് നെയിം കൂടെ ഉണ്ട്, ആനന്ദ് എന്ന് വിചാരിക്കുക. എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ അരുൺ ദേവ് ആനന്ദ് എന്ന് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഴയ ഫോർമുല എഡിറ്റ് ചെയ്യുക. ഓക്കെ, E6 വരെ ഓക്കെ. E6 വരെ കോമ, പിന്നെ നമുക്ക് സ്പേസ് വേണം. ഇൻവേർട്ടർ കോമ, സ്പേസ്, ഇൻവേർട്ടർ കോമ, സ്പേസ്, പിന്നെ ആനന്ദിനെ ഇങ്ങോട്ട് മെർജ് ചെയ്യണം. ആനന്ദിൻ്റെ സെൽ റെഫറൻസ് എത്ര? F6. അപ്പോൾ ആനന്ദെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി മൗസ്. ഓക്കെ, F6 വന്നു. പിന്നെ കോമ ഇടുക. കണ്ടോ, അരുൺ ദേവ് ആനന്ദ് 3 പേരും ഒറ്റ സെല്ല് മെർജായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. സിൻറ്റാക്സ് മറക്കല്ലേ. കൺകാറ്റനേറ്റ്
ടെക്സ്റ്റ് 1, സ്പേസ് വേണമെങ്കിൽ സ്പേസ് ഇൻവെർട്ടർ കോമ സ്പേസ് ഇൻവെർട്ടർ കോമ, പിന്നെ അടുത്ത കോമ ആയിട്ട് ടെക്സ്റ്റ് ഇടുക. എത്ര സെല്ല് വേണമെങ്കിലും മെർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ കൺകാറ്റനേറ്റ് ഫംഗ്ഷനെ പറ്റി എനിക്ക് പറയാൻ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കണും ഞെക്കണം, കാരണം പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ അത് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.